ചെള്ളുപനി ബാധ റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ്. അല്പസമയത്തിനകം മലപ്പുറം കളക്ടറേറ്റിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. മലപ്പുറത്തു നിന്നും ടി കെ അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ചെള്ളുപനി ബാധിച്ചതോടെ. അതോടൊപ്പം തന്നെ ചെള്ളുപനി സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ കാര്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെ നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടൊപ്പം അവലോകന യോഗം എപ്പോഴാണ് തുടങ്ങുക? എന്തൊക്കെയായിരിക്കും ചർച്ചയാവുക പ്രധാനമായി? ഇതിലെ തീർച്ചയായും അവലോകന യോഗം അല്പസമയത്തിനകം മലപ്പുറം കളക്ടറേറ്റിൽ തുടങ്ങും. മന്ത്രി ഇവിടെ എത്താറായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ പാണ്ടിക്കാട് രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ വീട് പാണ്ടിക്കാടാണ്. ഇവിടെ ആരോഗ്യ ഡിഎംഒയുടെ നേതൃത്വത്തിൽ ഉന്നത ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും യോഗം ചേർന്നിരുന്നു. ഇവിടെ എടുക്കേണ്ട അത്യാവശ്യ പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുമായി സമ്പർക്കമുള്ളവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പൂനെ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിസൾട്ട് നിപ്പയാണോ എന്നതിനെ കുറിച്ചുള്ള റിസൾട്ട് വരുന്നതിനനുസരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ ഒരുക്കാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കുട്ടിയുടെ പരിശോധന ഫലം ട്രൂനെറ്റ് പരിശോധനാ ഫലത്തിൽ നിപ്പയുടെ കാര്യത്തിൽ പോസിറ്റീവാണ് കാണിച്ചിരുന്നത് എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും പൂനെയിൽ നിന്നുള്ള അന്തിമ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇതിന്റെ റിസൾട്ട് ലഭിക്കുമെന്നാണ് അറിയുന്നത്. മന്ത്രി അല്പസമയത്തിനകം കളക്ടറേറ്റിലെത്തും. കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ആരോഗ്യ ഉദ്യോഗസ്ഥരും മലപ്പുറത്തുണ്ട്. ഇവിടെ നിപ്പയാണ് ആവുന്നതെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എടുക്കേണ്ട മുൻകരുതലും പ്രതിരോധ പ്രവർത്തനവും കോവിഡ് കാലഘട്ടത്തിനനുസരിച്ച് എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം. എന്തായാലും റിസൾട്ടിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് അഖില.